കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. പ്രതികൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കും. സ്കൂൾ ഭരണസമിതി അംഗങ്ങളും KCB ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെയും പ്രതി ചേർത്തേക്കും. മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റ്, മുൻ മാനേജ്മെന്റ്, KCB ഉദ്യോഗസ്ഥർ, സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ശാസ്താംകോട്ട DYSP GB മുകേഷിന്റെ മേൽനോട്ടത്തിൽ ശാസ്താംകോട്ട CI A അനീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. 3 SI-മാരും 2 CPO-മാരും സംഘത്തിലുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. 9 വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന് മുകളിൽ വെച്ചാണ് മിഥുന് ഷോക്കേറ്റത്. ഷെഡ് നിർമ്മിച്ച അന്നത്തെ മാനേജ്മെന്റിനെയും പ്രതി ചേർക്കേണ്ടി വരും. സ്കൂൾ പ്രധാനാധ്യാപിക S സുജയെ 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ സുജയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. KCB ഓഫീസിലും പഞ്ചായത്തിലുമടക്കം പ്രത്യേക അന്വേഷണ സംഘം എത്തി തെളിവുകൾ ശേഖരിക്കും. അതേസമയം സ്കൂൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ഇന്ന് മിഥുന്റെ കുടുംബത്തിന് കൈമാറും. ന്യൂസ് മലയാളം, കൊല്ലം.